ഇനിയും ബീഹാറിലേക്കാണ് നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ വീണ്ടും പൊട്ടിത്തെറി. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് JMM മുന്നണി വിട്ടു. 6 മണ്ഡലങ്ങളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും. അതിനിടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് NDAക്ക് വലിയ തിരിച്ചടിയായി. മഡൌര മണ്ഡലത്തിലെ LJP സ്ഥാനാർത്ഥി സീമാ സിംഗിന്റെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോയത്. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് വിനീത വിജയ് തത്സമയം പ്രൈം ടൈമിൽ ചേരുന്നു. വിനീത, വിശദാംശങ്ങൾ. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് മഹാസഖ്യത്തിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ഭരണം തിരികെ പിടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലുണ്ടായ പൊട്ടിത്തെറി അത് NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് NDAയിലെ നേതാക്കളുടെ ഒരു ആത്മവിശ്വാസമുള്ളത്. പക്ഷേ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നൊക്കെ നേതാക്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കൂടിയാണ് മഹാസഖ്യം നീങ്ങുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനമായും ഇപ്പോൾ JMM ജാർഖണ്ഡ് മുക്തി മോർച്ച ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ 6 സീറ്റുകൾ നൽകണമെന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ധാരണകളിലേക്ക് എത്തുമ്പോഴും സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് JMM ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ മഹാസഖ്യത്തിലുണ്ടായ പൊട്ടിത്തെറി നേതാക്കളെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സീറ്റ് നൽകാത്തതിലെ ലഭിക്കാത്തതിനെ തുടർന്ന് നേതാക്കൾക്കടക്കം വലിയ വിയോജിപ്പുകൾ കൂടി നേരത്തെ RJDക്കുള്ളിലും ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിലേക്കും ഒക്കെ അത്തരത്തിലേക്കുള്ള ചില സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് കോൺഗ്രസിന്റെ ബീഹാർ അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന കുടുംബ മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥി കൂടി മത്സരിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. ഇതുകൂടാതെ തന്നെ വൈശാലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ജീവ് സിംഗിനെതിരെ RJD സ്ഥാനാർത്ഥി അഭയ് കുശ്വാഹ മത്സരിക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ലാൽഗഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദിത്യരാജിനെതിരെ RJD സ്ഥാനാർത്ഥി ശിവാനി സിംഗിനെ മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഏതാണ്ട് ഈ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ തന്നെ പരസ്പരം 7 മുതൽ 8 വരെ മണ്ഡലങ്ങളിൽ മത്സരിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഇന്ന് D രാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് സഖ്യ സ്ഥാനാർത്ഥികൾ ഇങ്ങനൊരു നിർണായക ഘട്ടത്തിൽ പരസ്പരം മത്സരിക്കുന്നത് അത് മഹാസഖ്യത്തിന് ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം സംസ്ഥാന ഭരണം തിരികെ പിടിക്കുമെന്നും ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ ഒരു മഹാസഖ്യത്തിന്റെ നീക്കത്തിൽ അത്തരത്തിലേക്കുള്ള ചില വിലയിരുത്തലുകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയിരിക്കുന്ന നിർണായക ഘട്ടത്തിൽ സഖ്യത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ വിള്ളൽ അത് വലിയ രീതിയിൽ സഖ്യത്തിലെ നേതാക്കൾക്ക് തന്നെ മഹാസഖ്യത്തിന് തന്നെ തലവേദന ഉണ്ടാക്കും. പക്ഷെ അതേസമയം ഒരു പടി മുന്നേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് അടക്കം കടന്ന NDA ക്യാമ്പുകൾക്ക് വലിയ ആത്മവിശ്വാസമാണിത് നൽകുന്നത്. ഈ മഹാസഖ്യത്തിലുണ്ടായ വിള്ളൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതാക്കളുള്ളത്. പക്ഷെ അതേസമയം NDA സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ നാമനിർദ്ദേശ പത്രികകൾ നൽകുന്നതിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്ന ദിവസമായിരുന്നു. ഈ സൂക്ഷ്മ പരിശോധനയിൽ ഒരു LJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ഇതിൽ സമർപ്പിച്ച രേഖകളിൽ കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചില്ല. അതിൽ പാകപ്പിഴവ് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് സീമാ സിംഗിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. വിനീത വിജയാണ് ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.